പുള്ളിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നിന്ന് എന്നും വരുന്നത് ഉത്തേജിപ്പിക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളുമാണ്. അതിപ്പോൾ 4 പതിറ്റാണ്ടായിട്ട് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നിശബ്ദമെങ്കിലും സത്യസന്ധവും ഗഹനവുമായ ഒരു സാന്നിധ്യമാണ് ഗ്രാമിക. എൻ്റെ ചെറുപ്പകാലത്തിൽ നാട്ടിൻപുറത്തുണ്ടായിരുന്ന ഉണർവിൻ്റെതായ കേന്ദ്രങ്ങൾ, നാട്ടുകൂട്ടങ്ങൾ എന്ന് പറയാവുന്ന ചിലത് പിൽക്കാലത്ത് സാംസ്കാരിക സംഘങ്ങളൊക്കെയായി മാറി. അത് വായനശാലകളായിട്ട് മാറി. അങ്ങനെ മാറിയ ഒരു വായനശാലയാണ് കടമ്പനാട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്മാരക വായനശാല. ആ വായനശാലയിൽ നിന്നാണ് ഞാൻ ലോകത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്നത്. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്, ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും അധികാര കേന്ദ്രങ്ങളോട് ചുറ്റിപ്പറ്റിയായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നുള്ള നിലവന്നു. സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ടിട്ടായി. ഇത്തരം ഒരു കാലത്ത് ഗ്രാമികയുടെ വരവ് അതിവിചിത്രമായ ഒരു പുതിയ ഉന്മേഷമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പി കെ കിട്ടനും വടക്കേടത്ത് പത്മനാഭനും ഉൾപ്പെടെയുള്ള ഗാലക്സി പോലെ ഒരു ചെറിയ ഇൻ്റലക്ച്വൽ ഗാലക്സി പോലെയുള്ള പ്രവർത്തകരാണത്. അവർ തമ്മിലുള്ള പൊരുത്തം, അവരുടെ കാഴ്ചപ്പാട്, അതിനകത്ത് ഒരു തെളിഞ്ഞുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഊർജ്ജം വലിച്ചു കൊടുത്തുകൊണ്ടാണ്, ഈ നാട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ അറിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് അവർ നാട്ടിൻ്റെ നവോത്ഥാന മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും സാംസ്കാരിക പൈതൃകങ്ങളെയും ഒക്കെ തിരിച്ചറിയുകയും കവിതയും സാഹിത്യവും നാടകവും ഒക്കെ ഉൾപ്പെടെയുള്ള സാഹിത്യ രൂപങ്ങളെ, സംസ്കാര രൂപങ്ങളെ തിരിച്ചറിയുകയും അതിനെപ്പറ്റിയുള്ള സൂക്ഷ്മ പഠനങ്ങൾ നടത്തുകയും പുറമെ വലിയ കൊട്ടിഘോഷികളൊന്നും ഇല്ലെങ്കിലും അവർ നടത്തിയിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ സവിശേഷതയുടെയും സമഗ്ര ദർശനത്തിൻ്റെയുമായ സുഖകരമായ ഒരു സമന്വയം ഉണ്ടായിരുന്നു. അതായിരുന്നു അതിലെ പ്രബുദ്ധതയുടേതായ ഊർജം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിൻ്റെ തുടർച്ചയായിട്ട് അനിവാര്യമായി സംഭവിക്കേണ്ടതാണ്. പിൽക്കാലത്ത് അത് സ്വതന്ത്രമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി തീരുകയും മാഷയുടെ ഓർമ്മയ്ക്കായിട്ട് വളരെ ഉചിതമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ പുതിയ സ്മാരക വായനശാല എന്ന് പറയുന്നത് കൂടെ ചേരുമ്പോൾ പുള്ളിക്കാട്ടുശ്ശേരി ഗ്രാമിക എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സമുച്ചയമായി തീരുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമായി അതിന് വളരാൻ ഇട നൽകുകയും ചെയ്യും. കാരണം ഇത് ആധുനികമായ ഒരു ലൈബ്രറി സങ്കല്പമാണ് ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നത്. ഒരേ സമയം അത് സംസ്കാരത്തിൻ്റെ നാടോടി വേരുകൾ വരെ പോവുകയും സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും ആധുനികമായ സംഘർഷങ്ങളെയും അപായങ്ങളെയും തിരിച്ചറിയുകയും പുതിയ ഫാസിസ്റ്റ് വളർച്ചകളെ പ്രതിരോധിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടേതായ വിശുദ്ധി സംസ്കാരത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായും ഗ്രാമികയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം മാതൃകാപരമായ സാംസ്കാരിക പ്രവർത്തനമാണ്, സാമൂഹ്യ സേവനമാണ്. ഇത് വലിയൊരു വിമോചന പ്രവർത്തനമാണ്, വലിയൊരു പ്രതിരോധ പ്രവർത്തനമാണ്. ഏത് ഡയമെൻഷൻ, ഏത് കാഴ്ചപ്പാടി നോക്കിയാലും സാങ്കത്യമുള്ള എന്തെങ്കിലും ഇല്ലാത്ത ഒന്ന് ഈ പ്രവർത്തനത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ ഒരു നേതൃത്വ വൈഭവമുള്ള, വിസ്മയകരമായ നേതൃത്വ വൈഭവമുള്ള ഈ മനുഷ്യരോടൊപ്പം നമ്മളും ചേരുകയും ആവുന്നത്ര പേരെ ചേർക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ഒരു ശ്രദ്ധാകേന്ദ്രമായി, സാംസ്കാരിക കേന്ദ്രമായി, ഊർജ്ജ കേന്ദ്രമായി, ദർശന കേന്ദ്രമായി, ഭാവിയിലേക്ക് നോക്കാനുള്ള ഒരു വിദൂരമായ ഭാവിദർശിനിയായി കൂടി നമുക്ക് ഈ ഗ്രാമികയുടെ സാംസ്കാരിക സമുച്ചയമായി വരാൻ പോകുന്ന ഈ പ്രവർത്തനങ്ങളെ അവിടെ സഹകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അത് സംഭവിക്കും.